الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. قل يا عبادي الذين آمنوا اتقوا ربكم للذين أحسنوا في هذه الدنيا حسنة وأرض الله واسعة إنما يوفى الصابرون أجرهم بغير حساب. സഹോദരന്മാരെ, സൂറത്തു സുമറിലെ 10ാമത്തെ സൂക്തമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാമത്തു സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന് നൽകിയിട്ടുള്ള വ്യാഖ്യാനം, അതില് ആദ്യ ഭാഗം നമ്മൾ വായിച്ചു. അതിനുശേഷം അദ്ദേഹം തുടരുന്നു, വദക്കറ ലഹും അസ്സവാബൽ മുനശ്ശിത ഫിദ്ദുനിയ ഫഖാൽ ലില്ലദീന അഹ്സനൂ ഫീ ഹാദിഹി ദുനിയ ബിഇബാദത്തി റബ്ബിഹിം ഹസന വറിസ്ഖുൻ വാസിഅ വനഫ്സുൻ മുത്മഇന്ന വഖൽബുൻ മുൻശരിഹ് കമാ ഖാല തആല من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة وأرض الله واسعة إذا منعتم من عبادته في أرض فهاجروا إلى غيرها تعبدون فيها ربكم وتتمكنون من إقامة دينكم. ആദ്യ ഭാഗത്ത് മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറയാൻ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചു. മുഅ്മിനീങ്ങളോട് കൽപ്പിക്കണം. അവരോട് കൽപ്പിക്കേണ്ടത് ഏറ്റവും ശ്രേഷ്ഠമായ കൽപ്പനയാണ്. വഹിയ തഖ്വ. അതാണ് തഖ്വ കൊണ്ട് ഉള്ള കൽപ്പന. തഖ്വ പുലർത്താൻ അവരോട് കൽപ്പിക്കേണ്ടത് ദാക്കിറൻ ലഹും അസ്സബബൽ മൂജിബ ലിതഖ്വ. തഖ്വ പുലർത്തൽ നിർബന്ധമാക്കി തീർക്കുന്ന കാരണം എന്താണ് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് തഖ്വ പുലർത്താൻ അവരോട് കൽപ്പിക്കേണ്ടത്. അതേതാണ്? ഓരോരുത്തരും അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കേണ്ടി വരുന്നത്, അത് നിർബന്ധമായിത്തീരുന്നത്, അതിനെ നിർബന്ധമാക്കുന്ന കാരണം അത് റുബൂബിയ്യത്തുല്ലാഹി ലഹും വ ഇൻആമുഹു അലൈഹിം,
അവരുടെ രക്ഷാകർതൃത്വം അള്ളാഹുവിനുള്ളതാണ്. അവർക്ക് വേണ്ട എല്ലാ നിഅമത്തുകളും അനുഗ്രഹങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ളത് അവനാണ്. ആ കാര്യം എടുത്തു പറയണം. അൽ മുഖ്തലി ദാലിക മിൻഹും അയ്യത്തഖൂ, അൽ മുഖ്തലി ദാലിക് അത് താല്പര്യപ്പെടുന്നു, മിൻഹും അവരോട്, അയ്യത്തഖൂഹു അവനെ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കാൻ. ومن ذلك ما من الله عليهم به من الإيمان فإنه موجب للتقوى. അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള ഇൻആം അനുഗ്രഹങ്ങൾ, അതിൽ അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള മിന്നത്തുകളിൽ പെട്ടതാണ് മിനൽ ഈമാൻ, ഈമാൻ അവർക്ക് നൽകി എന്നുള്ളത്. ഫഇന്നഹു മൂജിബുൻ ലിത്തഖ്വ അവർക്ക് അള്ളാഹു അവരുടെ ഹൃദയത്തിൽ ഈമാൻ ഇട്ടുകൊടുത്തു എന്നുള്ളത് തന്നെ മൂജിബുൻ ലിത്തഖ്വ അവനെ മുറപ്രകാരം സൂക്ഷിക്കണമെന്നത് നിർബന്ധമാക്കി തീർക്കുന്ന കാര്യമാണല്ലോ. കമാ തഖൂൽ അയ്യുഹൽ കരീമു തസദ്ദഖ്. അപ്പോൾ ഈ ഖുർആനിക സൂക്തത്തിന്റെ ശൈലി അതിപ്രകാരമാണ്. അയ്യുഹൽ കരീമു തസദ്ദഖ്, ഉദാരനായ മനുഷ്യ നീ ദാനം നൽകൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്നതുപോലെ ഈമാനുള്ള മനുഷ്യ നീ അള്ളാഹുവിനെ സൂക്ഷിക്കൂ എന്ന് പറയുന്നത് അതേ ഭാഷയാണ്, അതേ ശൈലിയാണ്. വയ്യുഹശുജാഉ ഖാതിൽ, ധീരനായ മനുഷ്യ നീ സമരം ചെയ്യൂ, നീ പൊരുതു എന്നതുപോലെ അയ്യുഹൽ മുഅ്മിൻ യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചിട്ട് നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ധീരനായ മനുഷ്യ നീ പൊരുതു എന്ന് പറയുന്നത് പോലെയാണ് ഈമാനുള്ള മനുഷ്യ നീ അള്ളാഹനെ സൂക്ഷിക്കൂ എന്ന് പറയുന്നത്. ഇത്രയും കാര്യം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞതാണ്. ആയത്തിന്റെ തുടർച്ചയിലേക്ക് എത്താൻ വേണ്ടി ഞാനത് ചെറുതായി ഒന്ന് ആവർത്തിച്ചു എന്ന് മാത്രം. വദകറ ലഹു, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് പറഞ്ഞു. ദക്കറ യദ്കുറു, ഫാഇലുഹു മുസ്തതിർ, തഖ്ദീറുഹു ഹുവ യഊദു ഇലാ ലഫ്ളിൽ ജലാല അല്ലാഹ്. എന്താണ് അള്ളാഹു അവരോട് തുടർന്നു കൊണ്ട് പറയുന്നത്? അസ്സവാബ്, സവാബിനെ കുറിച്ചാണ്. അസ്സവാബു ഹുവൽ അജ്ർ, ആ സവാബ് അൽ മുനശ്ശിത്, നശാത്തുണ്ടാക്കി തീർക്കുന്നതാണ്. ഒരു കാര്യം ചെയ്യാനുള്ള താല്പര്യത്തിനും ഔത്സുക്യത്തിനുമാണ് നശാത്ത് എന്ന് പറയാം. ഇബാദത്തുകൾ ചെയ്യുമ്പോൾ നശാത്തോടു കൂടി ചെയ്യണമെന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം. മടിയനായിക്കൊണ്ട് ഇബാദത്ത് ചെയ്യാന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ തെറ്റായി എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മുനാഫിഖീങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞു, വഇദാ ഖാമു ഇലസ്വലാത്തി ഖാമു കുസാല, അവർ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഒരു ഉന്മേഷത്തിലല്ല, അലസരും മടിയന്മാരുമായിട്ടാണ് അവർ നിൽക്കുക. അലസതയോടെ മടിയോടെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് അത് മുനാഫിക്കുകളുടെ സ്വഭാവമാണ് എന്ന് പറയുമ്പോൾ അതിനെ അള്ളാഹു വിലക്കുകയും നിരുത്സാഹപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. എന്നതുപോലെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനാ വിലക്കുകൾ ഇവിടെ പാലിക്കുന്നത്, അത് അനുവർത്തിക്കുന്നത് എങ്ങനെയെങ്കിലും അല്ല, മറിച്ച് അതിന് നല്ല താല്പര്യം വേണം, നല്ല ഔത്സുക്യം വേണം. അപ്പൊ അവർക്ക് അവരുടെ മനസ്സിൽ ഔത്സുക്യവും താല്പര്യവും ഉണ്ടാക്കി തീർക്കുന്ന കാര്യം ഏതാണോ അത് പറഞ്ഞു കൊടുത്തു. അത് സവാബാണ്. അത് ഫിദ്ദുന്യ, ദുനിയാവിൽ അവർക്ക് ഇത്തരത്തിലുള്ള താല്പര്യം, അള്ളാഹുവിന്റെ കൽപ്പനാവിലക്കുകൾ മാനിക്കാനും പാലിക്കാനും അവർക്ക് താല്പര്യമുണ്ടാക്കി തീർക്കുന്ന പ്രതിഫലം പറഞ്ഞു. ഫഖാൽ, അത് അള്ളാഹു പറഞ്ഞത് ഈ വാക്കിലാണ്, ലില്ലദീന അഹ്സനൂ ഫീ ഹാദിഹി ദുനിയ, ലില്ലദീന അഹ്സനൂ, ഇഹ്സാൻ ചെയ്യുന്ന ആളുകൾ അവർക്കുണ്ട്. അവിടെ ലാമ് മിൽക്കിയത്തിന്റെ ലാമാണ്. അവർക്കുണ്ട്. ആർക്ക്? അല്ലദീന അഹ്സനു, നന്മ ചെയ്യുന്ന ആളുകൾക്ക്.
ഈ ഇഹ്സാനിന് സഅദി വ്യാഖ്യാനം നൽകുന്നത് ഒരാൾക്ക് ചെയ്തു കൊടുക്കുന്ന എല്ലാ തരത്തിലുള്ള നന്മകളുമാണ് ഉദ്ദേശിക്കുന്നത്. ഇഹ്സാനിന് പല അർത്ഥങ്ങളുമുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക്, അള്ളാഹു നിനക്കൊരുപാട് നന്മകൾ ചെയ്തു തന്നതുപോലെ നീയും നന്മകൾ ചെയ്യും മനുഷ്യ. സഹജീവികളോട്, ഇതര ജീവികളോട്, മനുഷ്യരോട്, മനുഷ്യരല്ലാത്തവരോട് അവർക്കൊക്കെ നീ നന്മ ചെയ്തു കൊടുക്കൂ. ആ അർത്ഥത്തിലാണ് സഅദി റഹിമഹുല്ലാഹു തആല ഇവിടെ ഇഹ്സാനിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അങ്ങനെ ദുനിയാവിൽ നന്മകൾ ചെയ്യുന്ന ആളുകൾക്കുണ്ട് ബിഇബാദത്തി റബ്ബിഹിം. ആ നന്മ എന്ന് പറഞ്ഞാൽ ബിഇബാദത്തി റബ്ബിഹിം, അവരുടെ റബ്ബിനുള്ള ഇബാദത്താണ്. ആ ഇബാദത്തിലൂടെ നല്ല പ്രവർത്തനങ്ങൾ, സുഹൃതങ്ങൾ ചെയ്യുന്ന ആളുകൾക്കുണ്ട് ഹസന, അവർക്ക് അതുപോലെ നല്ല കാര്യങ്ങൾ അവർക്കും കിട്ടും. അവർക്കതുപോലെ നല്ല കാര്യങ്ങൾ കിട്ടും. അള്ളാഹിന്റെ അടുക്കൽ നിന്ന് നന്മ അവർക്ക് ലഭിക്കാനുണ്ട്, ദുനിയാവിൽ തന്നെ ഉണ്ട്. വരിസ്ഖുൻ വാസിഅ്, വിശാലമായ സമൃദ്ധമായ വിഭവങ്ങൾ അള്ളാഹു അവർക്ക് നൽകും. വരിസ്ഖു മാ റസഖഹുല്ലാഹു ലിഇബാദിഹി, അള്ളാഹു അവന്റെ അടിയാറുകളായ മനുഷ്യർക്ക് നൽകുന്ന എല്ലാം റിസ്ഖാണ്. ഒരു മനുഷ്യന് നൽകുന്ന ശാരീരികമായിട്ടുള്ള കഴിവുകൾ, മാനസികമായിട്ടുള്ള, ബുദ്ധിപരമായിട്ടുള്ള ക്ഷമതകൾ, അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള, റൂഹിയായിട്ടുള്ള ഈമാൻ, തഖ്വ പോലുള്ള കാര്യങ്ങൾ, അതുപോലെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ, അതുപോലെ നമ്മുടെ സന്താനങ്ങളിലുണ്ടാകുന്ന വർധനവുകൾ, നമുക്കുണ്ടാകുന്ന സാമൂഹികമായ അംഗീകാരങ്ങൾ എല്ലാം ഇതിൽ പെടും. അള്ളാഹു നൽകുന്ന കാര്യങ്ങൾ, അള്ളാഹു റിസ്ഖ് നൽകുന്നു, അത് സമൃദ്ധമായി നൽകും. മാത്രമല്ല, ഇതെല്ലാം കിട്ടുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ വനഫ്സുൻ മുത്മഇന്ന, തുമഇനീനത്തുള്ള മനസ്സ് കിട്ടുക. ഇത് അള്ളാഹു നൽകണം, ഉള്ള ഒരാൾക്കാണ്. മനസ്സിനൊരു സമാധാനം ഉണ്ടാവുക, മനസ്സിനൊരു ശാന്തി ഉണ്ടാവുക, അത് അള്ളാഹ് നൽകുമ്പോഴേ കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടത്, മനസ്സിന്റെ ആ സുസ്ഥിതി എന്ന് പറയുന്നത് അത് മിനൻ നഈം, ത്വീബുൻ നഫ്സി മിനൻ നഈം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു നല്ല മൂഡില്ലേ, അത് മിനൻ നഈം, നഈമിൽ നിന്നുള്ളതാണ്. അള്ളാഹു നൽകുന്ന അവന്റെ പ്രതിഫലമായ സ്വർഗം, ആ സ്വർഗത്തിൽ നിന്ന്, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അള്ളാഹു നൽകുന്ന ഒരു നിഅമത്താണത്. വനഫ്സും മുത്മഇന്ന, അവന്റെ മനസ്സിന് ഒരു വല്ലാത്ത ഒരു തുമഇനീനത്ത് ലഭിക്കുന്നു. വഖൽബുൻ മുൻശരിഹ്, അതുപോലെ തന്നെ അള്ളാഹു അവന് ഹൃദയം നൽകുന്നു. മുൻശരിഹ്, വളരെ വിശാലമായ മനസ്സ്, ഒട്ടും വിശാലതല്ല, വളരെ ഇടുങ്ങിയ മനസ്സ് ഒരാൾക്ക് കിട്ടിയാൽ അയാളുടെ ജീവിതമാണ് അതുകൊണ്ട് പ്രയാസപ്പെടുന്നത്. മനസ്സിന് ഒരു തുറവി അള്ളാഹു നൽകിയെങ്കിലേ നമുക്ക് ആ തരത്തിലുള്ളൊരു വിശാലത അനുഭവപ്പെടുകയുള്ളൂ. അതിനുള്ള തുറവി അള്ളാഹു തന്നെ നൽകണം. അപ്പൊ ഖൽബുൻ മുൻശരിഹ്, ഹൃദയത്തിന് ഒരു നല്ല വിശാലതയും തുറവിയും അത് അള്ളാഹു നൽകുന്നു. കമാ ഖാല തആല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു നൽകുന്ന ഹസനത്തിന്റെ ഭാഗമാണ്. അള്ളാഹ് പറഞ്ഞു, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, നിങ്ങളിൽപ്പെട്ട പുരുഷനാകട്ടെ അല്ലെങ്കിൽ സ്ത്രീ ആകട്ടെ, യാതൊരാൾ സുകൃതം ചെയ്തുവോ, അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് അവൻ കൽപ്പിച്ച കാര്യങ്ങൾ, അവന്റെ പ്രതിഫലത്തിന് വേണ്ടി അവൻ കൽപ്പിച്ച അവൻ കാര്യങ്ങൾ അവൻ നിർദ്ദേശിച്ച മാർഗത്തിൽ ചെയ്താൽ അതാണ് സ്വാലിഹ്. ഒരു അമല് സ്വാലിഹാകാൻ അടിസ്ഥാനപരമായി 2-3 കാര്യങ്ങൾ വേണം. ഒന്നാമത്തേത്, അള്ളാഹുവിലുള്ള അചഞ്ചലമായ ഈമാനില്ലാതെ ഒരാൾ ചെയ്താൽ അത് സ്വാലിഹ് അല്ല. രണ്ടാമത്തേത്, അയാൾ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ
പരലോകത്ത് അള്ളാന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ചെയ്യണം. വെറുതെ ചെയ്തു അതുകൊണ്ട് കാര്യമില്ല. അറാദൽ ആഖിറ വഹുവ മുഅ്മിൻ. മൂന്നാമത്തെ കാര്യം പറഞ്ഞു വസഅ ലഹാ സഅയഹ. എന്തെങ്കിലും നമുക്ക് തോന്നിയത് അങ്ങ് ചെയ്താൽ പോരാ, അതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് അള്ളാഹ് നിർദ്ദേശിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത് അത് അറിയിച്ചു തരാനും അത് കാണിച്ചു തരാനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന രൂപത്തിൽ തന്നെ പ്രവർത്തിക്കണം. അപ്പോഴാണ് ആ അമല് സ്വാലിഹാകുന്നത്. അല്ലാത്തിടത്തോളം ആ അമല് സ്വാലിഹായിട്ടാണ് പരിഗണിക്കുക. സ്വാലിഹായ അമൽ ഒരാൾ ചെയ്താൽ അത് നിങ്ങളുടെ കൂട്ടത്തിൽ ആണാകട്ടെ പെണ്ണാകട്ടെ ആര് ചെയ്താലും വഹുവ മുഅ്മിനുൻ, വിശ്വാസിയായ നിലയിൽ വിശ്വാസനിർഭരമായ ഒരു മനസ്സോടുകൂടി പരലോകത്തുള്ള അള്ളാഹുവിന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് അവൻ നിർദ്ദേശിച്ച രൂപത്തിൽ അവന്റെ ദൂതൻ പഠിപ്പിച്ച രൂപത്തിൽ സുകൃതങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതാണ് ചെയ്താലും ശരി പെണ്ണ് ചെയ്താലും ശരി ഫലനുഹിയന്നഹു ഹയാത്തൻ തയ്യിബ, അവനെ നാം ജീവിപ്പിക്കും. അഥവാ നാം ജീവിതം നൽകും. ഹയാത്തൻ തയ്യിബ, അവന് കൊടുക്കാൻ പോകുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ തയ്യിബത്തായ ഒരു ജീവിതമാണ്. വളരെ വിശേഷപ്പെട്ട ജീവിതമാണ്. വിശേഷപ്പെട്ട ജീവിതത്തിന്, വിശിഷ്ടമായ ജീവിതത്തിനാണ് ഹയാത്തും തയ്യിബത്ത് എന്ന് പറയുന്നത്. ആ ഹയാത്തും തയ്യിബത്ത് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഒരു മനോനിലയാണ്. ഖൽബുൻ മുൻശരിഹ്, നഫ്സുൻ മുത്മഇന്ന. കുറേ സമ്പത്ത് കിട്ടി, അതുകൊണ്ട് ഒരാളുടെ ജീവിതം അത് വിശേഷപ്പെട്ടതാവില്ല. കുറെ പേരും പെരുമയുണ്ടായി, അതുകൊണ്ടും ആവില്ല. അല്ലെങ്കിൽ കുറെ മക്കളും സമ്പാദ്യം ഉണ്ടായി, അതുകൊണ്ടൊന്നും ആവില്ല. ഈ പറയുന്നത് കൊണ്ടൊക്കെ കുടുങ്ങിപ്പോകുന്ന എത്രയെത്ര മനുഷ്യ ജീവിതങ്ങൾ, എത്ര മനുഷ്യ ജന്മങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മറിച്ച് നഫ്സ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുത്തന്റെ മനസ്സിന് ഹിന കൊടുത്താൽ, ധന്യത കൊടുത്താൽ, ധന്യമായ ഒരു മനസ്സ്, അങ്ങനെയുള്ള ഒരു മനസ്സ് കിട്ടിയതിൽ തൃപ്തിപ്പെടാൻ, അതിൽ സന്തോഷിക്കാൻ അതിന് സാധിക്കുന്ന ഒരു മനസ്സ് അള്ളാഹു കൊടുത്തുവെങ്കിൽ ആ മനസ്സുകൊണ്ട് ജീവിക്കുമ്പോൾ അത് ഹയാത്തൻ ത്വയ്യിബ, അതൊരു വിശേഷപ്പെട്ട ജീവിതം തന്നെയാണ്. അങ്ങനെ വിശേഷപ്പെട്ട ഒരു ജീവിതം കിട്ടണമെങ്കിൽ മുഅ്മിനായിരിക്കണം. രണ്ടാമത്തത് സ്വാലിഹായ അമല് പരലോകം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കണം. അള്ളാഹു നിർദ്ദേശിക്കുകയും അവൻ ദൂതൻ മുഖേന നമുക്ക് കാണിച്ചു തരികയും ചെയ്തിട്ടുള്ള സുകൃതങ്ങൾ പ്രവർത്തിക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു ഈ ഭൂമിയിൽ അത് കൊടുക്കും. അത് വേറെ തന്നെ കാണും. മുഅ്മിനീങ്ങളുടെ ജീവിതം അത് അങ്ങനെയാണ്. അവർക്ക് ഒരു പരീക്ഷണം വന്നാലും, അവർക്ക് ജീവിതത്തിൽ പരീക്ഷണമില്ലാതെ സൗഖ്യമായ അവസ്ഥ വന്നാലും രണ്ടും ഒരുപോലെ അവർ ആ ജീവിതത്തെ ധന്യമായി കാണാൻ, ആ ജീവിതത്തെ പോസിറ്റീവായി സമീപിക്കാൻ അവർക്ക് സാധിക്കുന്നു. ഇന്ന അംറൽ മുഅ്മിൻ കുല്ലുഹു അജബുൻ കുല്ലുഹു. മുഅ്മിനിന്റെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു അത്ഭുതമാണ്. എന്തും അവന്റെ ജീവിതം മൊത്തത്തിൽ അവനൊരു നന്മ, നല്ലൊരു കാര്യം അവനുണ്ടാവുകയാണെങ്കിൽ ആ നന്മ അവൻ വലിയ മനസ്സോട് കൂടിയിട്ട് സ്വീകരിക്കും. എന്നിട്ട് ഫശക്കറഹു, അതിന് ശുക്ർ കാണിക്കും. അങ്ങനെ അള്ളാഹ്ക്ക് നന്ദി കാണിച്ചാൽ ഫക്കാന ഖൈറല്ല, അതവന് ഗുണകരമായി. അള്ളാഹ് എനിക്ക് നൽകിയല്ലോ, അള്ളാഹ് തന്ന കാര്യത്തിന് നമ്മൾ നന്ദി കാണിച്ചാൽ ഇനിയും അള്ളാഹു തരുമല്ലോ. ലൈൻ ശകർതും ലഅസീദന്നകും, അങ്ങനെ നന്ദി കാണിക്കും. അപ്പൊ അത് അവന് കൂടുതൽ ഗുണകരമായി തീരുന്നു. ഇനി അതല്ല, ഒരു മുഅ്മിനായ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണം നൽകിയിട്ടുണ്ടെങ്കിൽ അവൻ അത് ക്ഷമിക്കും. ഈ പരീക്ഷണം എനിക്ക് വന്നത് അള്ളാഹ് എന്നെ കൈയൊഴിച്ചിട്ടില്ല എന്നതിന്റെ തെളിവാണ് എന്നാണ് ആദ്യം അവൻ കരുതുന്നത്. പരീക്ഷണം കാണുമ്പോൾ അതിലവൻ നിരാശപ്പെട്ട് അവന്റെ ഹൃദയം ഇടുങ്ങി അവൻ വീണു പോകുന്നൊരു സ്ഥിതി ഉണ്ടാവില്ല. മറിച്ച് അവൻ കാണുന്നത് ഇത് അള്ളാഹ് എന്നെ കൈവിടാത്തത് കൊണ്ടാണ് പരീക്ഷിക്കുന്നത്.
അള്ളാഹ് ഏറ്റവും പരീക്ഷിക്കുന്നത് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെയാണ്. അശദ്ദുന്നാസി ബലാഅൻ അൽ-അംബിയാഉ സുമ്മ അൽ-അംസലു ഫൽ-അംസലു. അതിൽ രണ്ട് വലിയ കാര്യങ്ങളുണ്ട്. ഒന്ന്, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ എന്താണോ ആ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരാൻ വേണ്ടിയിട്ട് കൂടിയാണ് അള്ളാഹു എനിക്ക് ഈ പരീക്ഷണങ്ങൾ തന്നിട്ടുള്ളത്. അങ്ങനെ ഈ പരീക്ഷണങ്ങളിലൂടെ എന്നെ സ്ഫുടം ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഒരു മനുഷ്യന് ദുനിയാവിൽ അള്ളാഹു പരീക്ഷണം കൊടുത്തുകൊണ്ടിരിക്കും. ഒരുത്തനെ അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. ആ പരീക്ഷണങ്ങളിലൂടെ അവനിൽ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകൾ മുഴുവനും അള്ളാഹുവിന് പുറത്തു കൊടുക്കും. പിന്നെ ആ മനുഷ്യൻ ഈ മണ്ണിലൂടെ അങ്ങനെ നടക്കുന്നു. വമാ അലൈഹി ഖതിഅ, അയാൾക്ക് ഒരു പാപം പോലും പിന്നെ വഹിക്കാനില്ല, ഒരു പാപത്തിന്റെ ഭാരം പോലും തലയിലില്ല. അയാൾ ഭയങ്കര സമാധാനത്തിൽ നടക്കും. അത് ഈ പരീക്ഷണത്തിന്റെ ഒരു ഗുണമല്ലേ? അതല്ല, അങ്ങനെ പുറത്തു കൊടുക്കേണ്ട ഒരുപാട് തെറ്റുകളൊന്നും സംഭവിച്ചിട്ടില്ലാത്തൊരു മനുഷ്യന് അയാൾക്കുണ്ടാവും പരീക്ഷണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ഒരു ഉന്നതമായ സ്ഥാനം നൽകാൻ അവിടെ വെച്ചു. ആ സ്ഥാനത്തിലേക്ക് അയാൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ദരജകൾ കൂട്ടി ആ പദവിയിലേക്ക്, ആ ശ്രേണിയിലേക്ക് അയാൾ ഉയർത്തുന്നതിന് വേണ്ടി അള്ളാഹു നൽകുന്ന പരീക്ഷണമാണ്. ഈ പരീക്ഷണം നൽകുന്നു, അയാൾ ക്ഷമിക്കുന്നു. യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. അള്ളാഹു ആ പരീക്ഷണത്തിലൂടെ അവർക്ക് ഉന്നതമായ പദവികൾ നൽകി ഉയർന്ന ശ്രേണിയിലേക്ക് അവർ ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഫലനുഹിയന്നഹു ഹയാത്തൻ തയ്യിബ. അതുകൊണ്ടൊരു മുഅ്മിൻ ജീവിതത്തിന്റെ രണ്ടവസ്ഥകളെയും ഇങ്ങനെ പോസിറ്റീവായി വളരെ ധന്യമായ നിലയിൽ ധനാത്മകമായി കാണുകയും സമീപിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു നല്ല ജീവിതം അയാൾക്ക് അല്ലാഹു ദുനിയാവിൽ തന്നെ നൽകുന്നു. വഅർളുല്ലാഹി വാസിഅ. ഇനി നിങ്ങൾക്ക് ഈമാൻ ഉൾക്കൊള്ളാനും അമലുൻ സ്വാലിഹ് ചെയ്യാനും ചുറ്റുപാടില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ എന്തിന് നിങ്ങൾ പേടിക്കണം? അള്ളാഹുവിന്റെ ഭൂമി വിശാലമാകുന്നു. ഇദാ മുനിഅ്തും മിൻ ഇബാദതിഹി ഫി അർളിൻ, അതിന്റെ അർത്ഥം സഅദി നൽകി. ഇദാ മുനിഅ്തും, നിങ്ങൾ തടുക്കപ്പെട്ടാൽ മനഅ യംനഉ, മുനിഅ അൽ മബ്നിയു ലിൽ മജ്ഹൂൽ, അൽ മബ്നിയു ലിൽ മജ്ഹൂൽ. എന്തിൽ നിന്ന് തടുക്കപ്പെട്ടു? മിൻ ഇബാദത്തി റബ്ബിഹി, മിൻ ഇബാദത്തിഹി, മിൻ ഇബാദത്തില്ലാഹ്. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ സൗകര്യവും സാവകാശവുമില്ല, അതിന് അനുവാദമില്ല. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മൾ പെട്ടുപോകുകയാണെങ്കിൽ ഫഹാജിറു ഇലാ ഗൈരിഹ, അള്ളാഹു അതിന് നൽകുന്ന പരിഹാരം ഹാജിറു ഇലാ ഗൈരിഹ, ആ ഭൂമി വിട്ട് മറ്റ് ഭൂമിയിലേക്ക് നിങ്ങൾ പോവുക. തഅബുദൂന ഫീഹാ റബ്ബക്കും, അവിടെ വെച്ച് നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി സാവകാശത്തോടു കൂടി നിങ്ങളുടെ റബ്ബിന് ഇബാദത്ത് ചെയ്യാൻ പറ്റും. വതതമക്കനൂന മിൻ ഇഖാമത്തി ദീനിക്കും, വതതമക്കനൂന, നിങ്ങൾക്ക് സാധ്യമായി തീരും. മിൻ ഇഖാമത്തി ദീനിക്കും, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചിട്ടുള്ള ദീൻ അത് നടപ്പിലാക്കാനുള്ള സാഹചര്യം കിട്ടുന്ന ഭൂമിയിലേക്ക് നിങ്ങൾ പോയിക്കോളൂ. വലമ്മാ ഖാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ ലില്ലദീന അഹ്സനൂ ഫീ ഹാദിഹി ദുനിയ ഹസന, ലില്ലദീന അഹ്സനൂ, നന്മ ചെയ്യുന്ന ആളുകൾ അവർക്കുണ്ട്. ഫീ ഹാദിഹി ദുനിയ ഹസന, ഈ ദുനിയാവിൽ തന്നെ നല്ല പ്രതിഫലം അല്ലാഹു നൽകും എന്ന് അല്ലാഹു പറഞ്ഞപ്പോൾ കാന ലിബഅദിൻ നുഫൂസി മജാലുൻ ഫീ ഹാദൽ മൗദിഅ, ആ പ്രയോഗം വളരെ വിശാലമായ അർത്ഥത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നടത്തിയിട്ടുള്ളത്. അതിലുണ്ട് ലിബഅദിൻ നുഫൂസി ഫീ ഹാദൽ മൗദിഅ, ലിബഅദിൻ നുഫൂസി മജാലുൻ ഫീ ഹാദൽ മൗദിഅ, ചില മനുഷ്യാത്മാക്കൾക്ക് അവർക്കിവിടെ ഒരു ഇടം നൽകുന്നുണ്ട്, ഒരു സ്പേസ് നൽകുന്നുണ്ട്. മജാൽ എന്ന് പറഞ്ഞാൽ സ്പേസ് ആണ്, ഇടമാണ്. ഫീ ഹാദൽ മൗദിഅ, ഈ വിഷയത്തിൽ, ഈ കാര്യത്തിൽ. അതെന്താണ്? വഹുവ അന്നൻ നസ്സ ആമുൻ,
അള്ളാഹു പറഞ്ഞിട്ടുള്ള ഈ പരാമർശം നസ് അത് ആമുൻ, അത് വളരെ വ്യാപകത്വമുള്ള ഒരു പ്രയോഗമാണ്. ഇന്നത് 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 എന്നില്ല, ഏത് തരത്തിലുള്ള നന്മകളെയും ഉൾക്കൊള്ളുന്നതാണ്. അന്നഹു എന്ന് വെച്ചാൽ കാര്യം, കുല്ലുമൻ അഹ്സൻ നന്മ ചെയ്യുന്ന ഏതൊരു മനുഷ്യനാകുന്നു, ഫലഹു ഫിദ്ദുന്യ ഹസന അവന് ഈ ദുനിയാവിൽ അതിന് ഒരു പ്രത്യുപകാരം, ഒരു നന്മ, ഒരു നല്ല പ്രതിഫലം അവന് ഈ ദുനിയാവിൽ കിട്ടും. അത് ഹദീസുകളിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഈമാൻ ഇല്ലാത്ത ആളുകൾ ചെയ്യുന്ന നന്മകളൊക്കെ ഉണ്ട്. അവര് മനുഷ്യർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരം ചെയ്തു കൊടുക്കുന്നുണ്ട്. മറ്റു ജീവികളെ, സഹജീവികളെ അവരോട് കാരുണ്യത്തോടു കൂടി വർത്തിക്കുന്നുണ്ട്. അവർ ചിലപ്പോൾ അവരുടെ കുടുംബ ബന്ധം പുലർത്തുകയും അവരുടെ മാതാപിതാക്കളെ പരിചരിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള നന്മകൾ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ സ്ഥിതി എന്താണ്? അത് പരലോകത്ത് പ്രതിഫലം കിട്ടാൻ വേണ്ടിയല്ല അവർ ചെയ്യുന്നത്. കാരണം അവർക്ക് അള്ളാഹുവിൽ അങ്ങനെ കൃത്യമായ ഒരു വിശ്വാസവുമില്ല, പരലോക ജീവിതത്തെക്കുറിച്ച് അവർക്കൊരു കാഴ്ചപ്പാടുമില്ല. അവർ ഈ ചെയ്യുന്ന സുഹൃതങ്ങൾക്ക് അല്ലെങ്കിൽ ഈ നല്ല കാര്യങ്ങൾക്ക് പരലോകത്ത് പ്രതിഫലം ലഭിക്കണമെന്നുള്ള ആഗ്രഹമോ മോഹമോ ഉദ്ദേശമോ അവർക്കില്ല. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള പ്രതിഫലം ഈ ദുനിയാവിൽ വെച്ച് തന്നെ നൽകും എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. എന്തെല്ലാം അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റേത് ഇവിടെ അവരനുഭവിക്കുന്നു, അതൊക്കെ ഇതിനുള്ള പ്രത്യുപകാരമാണ്. അത്രത്തോളം വിശാലമായ അർത്ഥത്തിലാണ് ഇവിടെ ലില്ലദീന അഹ്സനൂ ഫീ ഹാദിഹി ദുനിയാ ഹസന എന്ന് പറഞ്ഞിരിക്കുന്നത്. നസ് അതിന്റെ ഏറ്റവും ആമായ അർത്ഥത്തിലേക്കാണ് ഇമാം സഅദി റഹ്മഹുല്ലാഹു തആല ഇവിടെ വ്യാഖ്യാനം കൊണ്ടുപോയിട്ടുള്ളത്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മുഅ്മിനീങ്ങൾ ചെയ്യുന്നുണ്ട്, മുഅ്മിനീങ്ങളല്ലാത്ത ആളുകൾ ചെയ്യുന്നുണ്ട്. അത് മുഴുവനും മുഅ്മിനീങ്ങൾ ചെയ്യുന്നതും മുഅ്മിനീങ്ങളല്ലാത്ത ആളുകൾ ചെയ്യുന്നതുമായ നല്ല കാര്യങ്ങളെ മുഴുവൻ ഉദ്ദേശിക്കാവുന്ന തരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വാക്ക് പ്രയോഗിച്ചത്. ലില്ലദീന അഹ്സനൂ ഫീ ഹാദിഹി ദുനിയ ഹസന. നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, ആ ചെയ്യുന്ന ആളുകൾക്ക് ഈ ദുനിയാവിൽ തന്നെ അവർക്ക് ഹസനത്തുണ്ട്. ഒരു കാഫിർ, അവന് അള്ളാഹു ഇവിടെ ഇഷ്ടം പോലെ കുടിക്കാൻ വെള്ളം കൊടുക്കുന്നുണ്ട്, തിന്നാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അവന് മക്കളെ കൊടുക്കുന്നുണ്ട്, അവന് അധ്വാനിക്കുന്നതിന്റെ പ്രതിഫലം കൊടുക്കുന്നുണ്ട്, അവന്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം അള്ളാഹു തന്നെ പരിചരിച്ചു കൊടുക്കുന്നുണ്ട്. കുല്ലൻ നുമിദ്ദു ഹഉലാഇ വഹഉലാഇ മിൻ അത്വാഇ റബ്ബിക വമാ കാന അത്വാഉ റബ്ബിക മഹ്ദൂറ. മുഅ്മിനീങ്ങളായ ആളുകളും മുഅ്മിനീങ്ങളാൽ അല്ലാത്ത ആളുകളും രണ്ട് കൂട്ടർക്കും ഒരുപോലെ ഈ ദുനിയാവിൽ നാം പല കാര്യങ്ങളും അവർക്ക് നാം നൽകിക്കൊണ്ടിരിക്കും, അവരെ നാം പോഷിപ്പിച്ചുകൊണ്ടിരിക്കും. മിൻ അത്വാഇ റബ്ബിക, നിന്റെ റബ്ബിന്റെ ദാനത്തിൽ നിന്ന്. അത് അള്ളാഹ് ഇവിടെ കൊടുക്കും. ആ ദാനം അള്ളാഹ് കൊടുക്കുന്നത് അവരവർ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലമായിട്ട് കൂടിയാണ്. അവർക്ക് ഇവിടുന്ന് ഈ കിട്ടിയതല്ലാതെ പരലോകത്തൊന്നും കിട്ടൂല. കാരണം പരലോകത്ത് കിട്ടണമെന്ന ഒരു കാഴ്ചപ്പാട്, ഒരു വിശ്വാസം, ഒരു പ്രതീക്ഷ, ഒരു തേട്ടം അവർക്കില്ലതാനും. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ വെച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു അതിനുള്ള കണക്ക് തീർത്തിട്ട് പ്രതിഫലം കൊടുത്തിട്ട് വിടും. എന്നാൽ ഫമാ ബാലുമൻ ആമന ഫി അർളിൻ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. മാ ബാലുമൻ, ഒരുത്തന്റെ അവസ്ഥ എന്താണ്? ആമൻ, അവന് ഈമാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഫി അർളിൻ, അവൻ ഈമാൻ ഉൾക്കൊണ്ട് ജീവിക്കുന്നത് ഒരു ഭൂമിയിലാണ്. യുൽതഹദു ഫീഹ വയുംതഹനു, ആ ഭൂമിയിൽ വെച്ച് യുൽതഹദ്, വിശ്വാസത്തിന്റെ പേരിൽ അവൻ പീഡിപ്പിക്കപ്പെടുന്നു, മർദ്ദിക്കപ്പെടുന്നു. വയുംതഹൻ, വിശ്വാസത്തിന്റെ പേരിൽ അവൻ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്കും വിധേയമാക്കപ്പെടുന്നു, ഇരയാക്കപ്പെടുന്നു. അങ്ങനെയുള്ള മനുഷ്യന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അതൊന്നുമില്ല.
സുഖമായി സ്വൈരമായി സ്വസ്ഥമായി ചെയ്യുന്നു. പക്ഷെ അള്ളാഹുവിലുള്ള വിശ്വാസമില്ല, പരലോകത്തിലുള്ള വിശ്വാസമില്ല, പരലോകത്ത് പ്രതിഫലം ലഭിക്കണമെന്ന് അവൻ കാക്ഷിക്കുന്നില്ല. അങ്ങനെ ഒരു മനുഷ്യൻ അവൻ ചെയ്യുന്ന നല്ല കാര്യത്തിന് ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് തന്നെ അള്ളാഹ് കണക്ക് തീർത്തിട്ട് അതിന് അനുഗുണമായിട്ടുള്ള ജസാ അള്ളാഹു അവന് നൽകുന്നു. അവൻ അങ്ങനെ നൽകുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൽ വിശ്വാസമുള്ള, പരലോകത്തിൽ പ്രതീക്ഷയുള്ള, അവിടെ പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുഅ്മിനിന്റെ കാര്യം നോക്ക്. മാത്രമല്ല, ആ ഈമാൻ ഉൾക്കൊണ്ടു എന്നതിന്റെ പേരിൽ യുൽതഹദു ഫിഹാ വയുംതഹൻ, അയാൾ പലതരത്തിലുള്ള പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും ഇരയാകുന്നുണ്ട്, പരീക്ഷണങ്ങൾക്ക് ഇരയായി തീരുന്നുമുണ്ട്. അപ്പൊ അയാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. ലാ യഹ്സുലു ലഹു ദാലിക്, അവനത് കിട്ടാതിരിക്കുമോ? ദഫഅ ഹാദ الظن بقوله, ദഫഅ ഹാദ الظن بقوله. അങ്ങനെയുള്ള അവിശ്വാസികൾക്ക് ഇവിടെ ഇഷ്ടം പോലെ കിട്ടുന്നു, ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നു. എന്നാൽ ഞാൻ വിശ്വാസിയാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, പരലോകത്തിൽ ഞാൻ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു, പരലോകത്ത് പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു, എനിക്ക് എന്നിട്ടൊന്നും കിട്ടുന്നില്ല എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. ഈ ധാരണയെ അള്ളാഹു ദഫ്അ ചെയ്യുന്നത്, അതിനെ തടുക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ടാണ്. എന്താണ്? ബിഖൗലിഹി വഅർളുല്ലാഹി വാസിഅ. വിശ്വാസത്തിന്റെ പേരിൽ ഒരിടത്ത് നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ, പരീക്ഷണങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നുണ്ടെങ്കിൽ, വഅർളുല്ലാഹി വാസിഅ, അള്ളാഹിന്റെ ഭൂമി വിശാലമാണ്. ആ ഭൂമി വിട്ടിട്ട് നിങ്ങൾക്ക് സുഖമായും സ്വൈരമായും ജീവിക്കാവുന്ന സ്ഥലങ്ങൾ ഭൂമിയിൽ വേറെയുണ്ടാകും. അങ്ങോട്ടേക്ക് നിങ്ങൾ പോകൂ, അള്ളാഹിന്റെ ഭൂമി വിശാലമാണ്. വഹുനാ ബിശാറത്തുൻ നസ്സ അലൈഹൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഖൗലി. ഇവിടെ അല്ലാഹി വാസിഅത്തുൻ എന്ന് പറയുന്നിടത്ത് നമുക്കുള്ള ഒരു സന്തോഷ വാർത്ത ഉണ്ട്. ആ സന്തോഷ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്, നസ്സായി പറഞ്ഞിട്ടുണ്ട്. നബി എന്താ അതിനെക്കുറിച്ച് പറഞ്ഞത്? ബിഖൗലിഹി, അവിടുത്തെ വാക്ക് ഇങ്ങനെയാണ്: ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി അലൽ ഹഖ് ളാഹിരീൻ. എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം എന്നും സത്യത്തിന്മേൽ തന്നെ അടിയുറച്ച് നിലകൊള്ളും. സത്യത്തിന്മേൽ അടിയുറച്ച് നിലകൊള്ളുന്ന ഒരു വിഭാഗം എന്റെ ഉമ്മത്തിൽ എന്നുമെന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും. ലാ യദുർറുഹും മൻ ഖദലഹും. അവരെ ഒരു നിർണായക ഘട്ടം വരുമ്പോൾ കൈയൊഴിയുന്ന ആളുകളുണ്ട്. സാധാരണഗതിയിൽ ഞാനും വിശ്വാസിയാണ്, ഞാനും നിന്റെ കൂടെയാണ് എന്ന് പറഞ്ഞു നിൽക്കും. പക്ഷെ ഒരു പരീക്ഷണം വരുമ്പോൾ, സഹായിക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ, നിർണായകമായ ഒരു ഘട്ടം വരുമ്പോൾ അവർ കൈയൊഴിയും. അത്തരക്കാരാണ് മുഹദ്ദിലീങ്ങൾ. ഖദലഹും വമാ അക്സറഹും. അങ്ങനെയുള്ള ആളുകളെ ഉള്ളൂ ഇക്കാലത്ത്. അങ്ങനെയുള്ള ആളുകൾ ഇവർക്ക് യാതൊരു ദ്രോഹവും വരുത്തില്ല. അവർ കൈയൊഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ ചിത്രത്തിൽ നിന്ന് പുറത്തേക്ക് മാറുന്നു എന്നതിനർത്ഥമുള്ളൂ. അള്ളാന്റെ അടുക്കലുള്ള സ്വീകാര്യതയിൽ നിന്ന്, അള്ളാന്റെ ദീനിൽ നിന്ന് അവർ പുറത്തു പോകുന്നു എന്നേ അതിനർത്ഥമുള്ളൂ. അല്ലാതെ മറ്റുള്ള മുഅ്മിനീങ്ങളെ അവർ സഹായിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു കോട്ടം വരാൻ പോകുന്നില്ല. അവരെ അള്ളാഹു നോക്കിക്കൊള്ളും. ലാ യദുർറുഹും, അവർക്കൊരു ദ്രോഹവും വരുത്തില്ല. മൻ ഖദലഹും, അവരെ കൈയൊഴിയുന്നവർ. വലാ മൻ ഖാലഫഹും, അല്ലെങ്കിൽ അവരോട് ശത്രുത പുലർത്തുന്ന, അവരോട് എതിര് കാണിക്കുന്ന ആളുകളും അവർക്കൊരു ദ്രോഹം വരുത്തൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ അവന് വേണ്ടി നിലനിർത്തുന്ന ആളുകൾ, ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും വയുസബ്ബിത് അഖ്ദാമക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ സഹായിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെ ഇങ്ങോട്ട് സഹായിക്കും, നിങ്ങളുടെ കാലുകൾ അവൻ ഉറപ്പിച്ചു നിർത്തും, നിങ്ങൾ പതറേണ്ടതില്ല. എന്നാൽ നിങ്ങളെ ഒപ്പം നിൽക്കുകയും സന്ദർഭം വരുന്ന സമയത്ത് വല്ല കാല് വലിക്കുകയും ചെയ്യുന്ന ആളുകൾ, മുഹദ്ദിലീങ്ങൾ, അവർ നിങ്ങൾക്കൊരു ദ്രോഹം വരുത്താൻ പോകുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളോട് പരസ്യമായി തന്നെ എതിര് പ്രവർത്തിക്കുന്ന നിങ്ങളുടെ എതിരാളികൾ, അവർക്കും നിങ്ങൾക്കൊരു ദ്രോഹവും വരുത്താൻ പോകുന്നില്ല. കാരണം അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ ദ്രോഹങ്ങൾ അവർ ശ്രമിച്ചു നോക്കും, പക്ഷെ അതിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും. ഇതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഹത്താ യഅ്തിയ അംറുല്ലാഹി വഹും അലാ ദാലിക്. അപ്രകാരം അള്ളാഹുവിന്റെ കൽപ്പന അവർക്ക് വരുന്നത് വരെ, വഹും അലാ ദാലിക് വഹും ളാഹിരീന അലൽ ഹഖ്, അവർ സത്യത്തിന്റെ പുറത്ത്, സത്യത്തിന്മേൽ ഉറച്ചു നിൽക്കുകയാണ്. ആ നിലയിൽ
അള്ളാന്റെ കൽപ്പന അഥവാ അന്ത്യനാൾ വരുന്നത് വരെ അവർ തുടർന്ന് പോവുകയും ചെയ്യും. ഇതാണ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ എവിടെയെങ്കിലും ഭൂമിയിൽ ഉണ്ടാകും, അവരിലേക്ക് ചെന്ന് ചേരൂ. ഇതാണ് കൽപ്പന. അതാണ് റസൂലുള്ളാഹി നൽകിയിട്ടുള്ള സുവിശേഷം. ഒരു നാട്ടില് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹുവിൽ വിശ്വസിക്കാനും അവന് ഇബാദത്ത് ചെയ്യാനും നമുക്ക് സാഹചര്യമില്ല. മുനിഅ്തും മിൻ ഇബാദത്തി, അവനെ ആരാധിക്കുന്നതിൽ നിന്ന് തടസ്സമാണുള്ളതെങ്കിൽ നിങ്ങൾ എന്തിനു ഭയപ്പെടണം? അർളുല്ലാഹി വാസിയ, അള്ളാഹിന്റെ ഭൂമി വിശാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഒരു ബിശാറത്ത് നൽകി. അള്ളാഹിന്റെ ഭൂമിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അള്ളാഹിനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളും മുവഹ്ഹിദീങ്ങളുമായ മനുഷ്യന്മാരുണ്ടാകും. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി അലൽ ഹഖ്ഖി ളാഹിരീൻ ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഹത്താ യഅതി അംറുല്ലാഹ്. അള്ളാഹിന്റെ കൽപ്പന, അന്ത്യനാളിന്റെ കൽപ്പന വരുന്നത് വരെ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗത്തെ അള്ളാഹ് അവിടെ നിലനിർത്തി തന്നെ ചെയ്യും. നിങ്ങൾ അവരെവിടെണ്ട്, ഭൂമിയിൽ അവരെവിടെണ്ട്, ആ ഭാഗത്തേക്ക് നിങ്ങൾ നീങ്ങിക്കോ, അതിന് യാതൊരു കുഴപ്പമില്ല. ഇതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് പറഞ്ഞു, തുഷീറു ഇലൈഹി ഹാദിഹിൽ ആയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ അടിസ്ഥാന യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ വചനം ഇശാറത്ത് ചെയ്യുന്നത്, റഫർ ചെയ്യുന്നത്, സൂചന നൽകുന്നത് അതിലേക്കാണ്. വതർമി ഇലൈഹി മിൻ ഖരീബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ആശയത്തിലേക്ക് വളരെ അടുത്ത് നിന്നുകൊണ്ട് അതിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. റമാ ഇലൈഹി, അതിലേക്ക് എറിഞ്ഞു അഥവാ അതിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അത് മിൻ ഖരീബ്, അടുത്ത് നിന്നുകൊണ്ട്. മനുഷ്യ, നിനക്ക് നിന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യമില്ല ഒരു സ്ഥലത്ത് എങ്കിൽ അർളുല്ലാഹി വാസിയ, അർളുല്ലാഹി വാസിയ എന്ന് പറഞ്ഞാൽ ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് നീ പോയിട്ട് ഒറ്റക്ക് ജീവിച്ചോന്നല്ല. നിനക്ക് അങ്ങനെ കൂടെ കൂടാൻ പറ്റുന്ന, നിനക്ക് നല്ല നിലയിൽ ജീവിക്കാൻ പറ്റുന്ന ആളുകൾ താമസിക്കുന്ന സ്ഥലം, ഭാഗം വേറുണ്ടാകും, അവിടത്തേക്ക് നീങ്ങിക്കോ. പിറന്നു വീണ് ആ സ്ഥലത്ത് സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ നിൽക്കണം, കുഴപ്പമില്ല, നിൽക്കാം. പക്ഷെ അവിടെ അതിന് സാഹചര്യമില്ലെങ്കിൽ പിന്നെ അവിടെ തന്നെ നിന്നിട്ട് നമ്മുടെ ജീവിതം, ഐഹികമായ ജീവിതം നശിപ്പിക്കണം, അതിനേക്കാൾ ഉപരി പാരത്രികമായ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി അവിടെ തന്നെ വാശി പിടിച്ച് നിൽക്കേണ്ട കാര്യം എന്താണ്? സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം ഖിയാമത്ത് നാൾ വരെ ഉണ്ട് ഇവിടെ. അത് അല്ലാഹു നിലനിർത്തും. അവരെവിടെ ഉണ്ട്, അവിടത്തേക്ക് നോക്കൂ, അവരുടെ ഇതിലേക്ക് ചെന്നു ചേരും. അതാണ് ഹിജറ. ഇതിനു വേണ്ടിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വഹുവ അന്നഹു തആല അൻ അഖ്ബറ അന്ന അർളഹു വാസിയ, അള്ളാഹു ഇവിടെ അറിയിച്ചിരിക്കുന്നത് അന്ന അർളഹു, തീർച്ചയായും അവന്റെ ഭൂമി, വാസിഅ, വിശാലമാണ്. ഫമഹ്മ മുനിഅ്തും മിൻ ഇബാദത്തിഹി ഫീ മൗദിഇൻ, ഫമഹ്മ, എപ്പോൾ എങ്ങനെ നിങ്ങൾ തടയപ്പെട്ടുവോ, മിൻ ഇബാദത്തിഹി, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നതിന് നിങ്ങൾക്ക് തടസ്സമുണ്ടാകുന്നുവോ, ഫീ മൗദിഇൻ, ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഫഹാജിറു ഇലാ ഗൈരിഹ, ആ സ്ഥലം വിട്ട് മറ്റുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ ഹിജറ പോവുക. വഹാദ ആമുൻ ഫീ കുല്ലി സമാനിൻ വമകാൻ, ഈ കൽപ്പന ആമാണ്, പൊതുവായൊരു കൽപ്പനയാണ്. അത് ബാധകമാണ്. ഫീ കുല്ലി സമാനിൻ വമകാനിൻ, എല്ലാ കാലത്തേക്കും എല്ലാ സ്ഥലത്തേക്കും. അത് സാർവകാലികമാണ്, അത് സാർവലൗകികമാണ്. അതുകൊണ്ടാണ് അൽ ഹിജറത്തു മാദിയത്തുൻ ഇലാ യൗമിൽ ഖിയാമ എന്ന് മഹാന്മാരായ ഇമാമിയങ്ങളൊക്കെ വിശദീകരിച്ച് തന്നിട്ടുള്ളത്. ഹിജറ മാദിയത്തുൻ ഇലാ യൗമിൽ ഖിയാമ, അത് നിൽക്കാൻ പോകുന്നില്ല, അത് ഖിയാമത്ത് നാൾ വരെ തുടരുന്ന ഒരു കാര്യമാണ് ഹിജറ. ഭൂമിയുടെ ഒരു സ്ഥലത്ത്, ഒരു ഭാഗത്ത് അവിടെ നിന്ന് ഹിജറ പോകേണ്ട തരത്തിലുള്ള സാഹചര്യങ്ങൾ നിലവിൽ വരും. നിലവിൽ വരുമ്പോൾ അവിടെയുള്ള മുഅ്മിനീങ്ങൾ അവിടം വിട്ടിട്ട് അവർക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സ്വാതന്ത്ര്യവും സാവകാശവുമുള്ള മുഅ്മിനീങ്ങളായ ആളുകൾ താമസിക്കുന്ന ഭാഗമുണ്ടായിരിക്കും. അവരോടൊപ്പം ചെന്ന് ചേരണം, അവരിലേക്ക് ചേരണം. ഇതാണ് അള്ളാഹു നമ്മളോട് അനുശാസിക്കുന്നത്. ഫലാ ബുദ്ദ അൻ യകൂന ലികുല്ലിൻ മുഹാജർ വമൽജ മിനൽ മുസ്ലിമീന യൽജഉ ഇലൈഹി, അതുകൊണ്ട് തന്നെ ഫലാ ബുദ്ദ അൻ യകൂന ലികുല്ലിൻ, എല്ലാ ഓരോരുത്തർക്കും കണ്ടുകിട്ടും, ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പാണ്. മുഹാജർ ഉണ്ടാകും, മുഹാജർ ഹിജറ പോകാവുന്ന ഒരു സ്ഥലം ഉണ്ടാകും.
അവിടെ മുഹാജർ ബിഫത്തഹിൽ ജീം അഹുവൽ മക്കാൻ അല്ലദീ യുഹാജറു ഇലൈഹി, അൽ മക്കാൻ അല്ലദീ യുഹാജറു ഇലൈഹി. നമുക്ക് പാരായണം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടാവും, അതില്ല എന്ന് പറയണ്ട, ഉണ്ട്, സാധ്യമാണ്. നമ്മൾ തിരയുന്നില്ല, അന്വേഷിക്കുന്നില്ല, അതെന്ന് മാത്രം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട്, നമ്മുടെ ദീനനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അപ്പൊ അവിടെ വിട്ടു പോകല് നിർബന്ധമല്ല, അവിടെ തന്നെ തുടരണം. അല്ല ഒരു നിലക്കും അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റൂല, ദീനിന്റെ ശായറുകൾ ഇഖാമത്ത് ചെയ്യാൻ പറ്റൂല എന്നൊരു സ്ഥിതി വരികയാണെങ്കിൽ അത് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഭൂമിയുടെ ചില ഇടങ്ങളിൽ, പല സ്ഥലങ്ങളിലും പല കാലങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കും. അവിടെയുള്ള മുഅ്മിനീങ്ങളായ ആളുകൾ അവിടെ തന്നെ അങ്ങ് നിന്നിട്ട് അവരുടെ ജീവിതം നശിപ്പിക്കുകയല്ല വേണ്ടത്. അർളുല്ലാഹി വാസിഅത്തുൻ, അള്ളാഹിന്റെ ഭൂമി വിശാലമാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊന്നുകൂടി വിശദീകരിച്ചു, എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി അലൽ ഹഖ് ളാഹിരീൻ, ആ വിഭാഗത്തിലേക്ക് നിങ്ങൾ ചേരണം, അതാണ് വേണ്ടത്. മൽജഉ മിനൽ മുസ്ലിമീൻ യൽജഉ ഇലൈഹി, അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ ഒരു അഭയസ്ഥാനം ഉണ്ടാകും, ആ അഭയസ്ഥാനത്തേക്ക് അവരും ചെന്ന് ചേരാവുന്നതാണ്. വമൗദിഉൻ യതമക്കനു മിൻ ഇഖാമത്തി ദീനിഹി ഫീ, അതുപോലെ തന്നെ മൗദിഉൻ ഒരു സ്ഥാനമുണ്ടാകും, സ്ഥലമുണ്ടാകും, യതമക്കനു അവന് സാധ്യമാകും, മിൻ ഇഖാമത്തി ദീനിഹി ഫീ ആ സ്ഥാനത്ത്, ആ സ്ഥലത്ത് അവന്റെ ദീന് നിലനിർത്താൻ സാധ്യമാകും, അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടാകും, അത് നോക്കി പോകണം എന്നാണ് ഇവിടെ അള്ളാഹു താല്പര്യപ്പെടുന്നത്. ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ഇന്നമ എന്നത് ലിൽ ഹസ്ർ, ഇന്നയിലേക്ക് മാ ചേരുന്നതാണ്. ഇന്നയിലേക്ക് മാ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നയുടെ അമലിനെ സസ്പെൻഡ് ചെയ്യും. ഇന്നയുടെ അമൽ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, തദ്ഖുലു അലൽ ജുംലത്തിൽ ഇസ്മിയ, ജുംല ഇസ്മിയയിൽ കയറിയാൽ അതിനെ മാറ്റും. പിന്നെ മുബ്തദ മാറ്റിയിട്ട് ഇന്നന്റെ ഇസ്മു, ഖബർ മാറ്റിയിട്ട് ഖബറു ഇന്നയുമാക്കി തീർക്കും. ഇന്നന്റെ ഇസ്മായി വരുന്ന ആ മുബ്തദ ഇസ്മായി വന്നു കഴിഞ്ഞാൽ അതിന്റെ റഫറിന്റെ പൊസിഷൻ മാറും, മാറിയിട്ട് നസ്ബായി തീർക്കും. പക്ഷെ ആ അമല് നിർത്തും അതിലേക്ക് മാ ചേർന്നിട്ടുണ്ടെങ്കിൽ. ഇന്നമാ മാ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നന്റെ അമല് ഇല്ലാതാവും. മാത്രമല്ല അർത്ഥത്തിലുണ്ടാകുന്ന വ്യത്യാസം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നമ ഹസുറിന്റെ ഒരു മഴന അതിലേക്ക് ആഡ് ചെയ്യും. ഹസുർ എന്ന് പറഞ്ഞാൽ മാത്രം എന്ന് പരിമിതപ്പെടുത്തുന്ന, ആ പരിമിതപ്പെടുത്തുന്ന ഹസുർ ഏതിനാണ് ബാധകമാവുക? തൊട്ട് ശേഷം വരുന്നത് കാര്യത്തിനല്ല, അതിനുശേഷം വരുന്ന കാര്യത്തിലാണ്. താലിയുടെ താലിയാണ്, താലി എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ്, താലിയുടെ താലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടു നെക്സ്റ്റ്, അതിലാണ് നമ്മൾ നോക്കേണ്ടത്, അതിൽ ഹസുർ അപ്ലൈ ചെയ്യണം. ഇതാണ് ഭാഷാ നിയമം. ഇന്നമാ യുവഫ സ്വാബിറൂൻ, ഇന്നമാ യുവഫ പൂർണ്ണമായി നൽകപ്പെടും, അസ്വാബിറൂൻ സ്വാബിരീങ്ങൾക്ക് മാത്രം, സ്വാബിരീങ്ങൾക്ക് പൂർണ്ണമായിട്ട് നൽകപ്പെടും. ബാക്കിയുള്ളവർക്ക് പൂർണ്ണമായിട്ട് കിട്ടൂലേ? കിട്ടും. പക്ഷെ ഇവർക്ക് പൂർണ്ണമായി നൽകപ്പെടുന്നത് ബിഗൈരി ഹിസാബ്, അജ്റഹും ബിഗൈരി ഹിസാബ്. അതുകൂടി കൂട്ടി വായിക്കുമ്പോഴാണ് അർത്ഥം പൂർണ്ണമാകുന്നത്. അവർക്ക് നൽകാനുള്ള പ്രതിഫലം നൽകപ്പെടും ബിഗൈരി ഹിസാബ്, ഒരു കയ്യും കണക്കോ എണ്ണോ നോട്ടോ ഒന്നും ഇല്ലാണ്ട് കൊടുക്കും. സ്വബർ ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു കാര്യമാണത്. സ്വബറിന് പറയപ്പെട്ട പ്രതിഫലം വലുതാണ്. സുബറിന് നൽകപ്പെട്ടിട്ടുള്ള പറയപ്പെട്ടിട്ടുള്ള പ്രതിഫലം അത്ര വലുതാണ്. അവർക്ക് അള്ളാഹു തുറന്നു കൊടുക്കുന്നത് ചെറുതായിരിക്കൂല. അത് അള്ളാഹു കൊടുക്കുന്നത് ഒരു കയ്യും കണക്കില്ലാതെ, ഒരു എണ്ണമില്ലാത്ത രൂപത്തിൽ, ഒരു കണക്കില്ലാത്ത രൂപത്തിൽ അള്ളാഹ് ഇഷ്ടം പോലെയാണ് കൊടുക്കുക. അങ്ങനെ കയ്യും കണക്കുമില്ലാതെ പ്രതിഫലം പൂർണ്ണമായി നൽകപ്പെടുന്നത് സ്വാബിരീങ്ങൾക്ക് മാത്രമാണ്. ആ മാത്രം എന്ന അർത്ഥം എവിടുന്ന് കിട്ടി? ഇന്നമയിൽ നിന്ന് വന്നു ചേർന്നതാണ്. യുവഫയിലേക്കല്ല ഹസർ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഹസറിന്റെ മഴനെ തത്ബീഖ് ചെയ്യേണ്ടത് താലിക്കു താലി അഥവാ അസ്വാബിറൂൻ എന്ന് പറഞ്ഞതിലേക്കാണ്. ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, അവർക്ക് കയ്യും കണക്കില്ലാതെ കൊടുക്കും. എന്ന് വെച്ചാൽ വഹാദ ആമുൻ ഫി ജമീഇ അൻവാഇ സ്വബർ, ഇത് സ്വബറിന്റെ എല്ലാ ഇനത്തിനും. സ്വബർ 3 തരത്തിലാണ് സ്വബർ വരിക. ആ 3 ഇനത്തിൽപ്പെട്ട എല്ലാ ഓരോ ഇനത്തിനും അത് ബാധകമാണ്. അത് ആമാണ്. ഫി ജമീഇ അൻവാഇ സ്വബർ, സ്വബറിന്റെ എല്ലാ ഇനങ്ങളിലും. അസ്വബർ അതിലൊന്ന്
സ്വബറാണ്. ഒരാൾ അയാളുടെ മനസ്സിനെ ഹബ്സ് ചെയ്യലാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞല്ലോ, വസ്വബർ എന്ന് പറഞ്ഞാൽ മഅനാഹു അൽ ഹബ്സ്, തടഞ്ഞു വെക്കണീനാണ് പറയാ. ആരെ എന്തിനെ തടഞ്ഞു വെക്കുന്നു? ഹബ്സുൻ നഫ്സ്, മനുഷ്യന്റെ മനസ്സിനെ തടഞ്ഞു വെക്കുന്നു. എന്തിൽ നിന്ന് തടഞ്ഞു വെക്കുന്നു? അല അഖ്ദാരില്ലാഹിൽ മുഅ്ലിമ ഫലാ യതസഖത്തുഹ. അഖ്ദാറുല്ലാഹ്, അല്ലാഹു നമുക്ക് കണക്കാക്കിയിട്ടുള്ള ഭാഗധേയങ്ങൾ, അവന്റെ മുൻനിർണയങ്ങൾ, അതിന്റെ കാര്യത്തിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ തടഞ്ഞു വെക്കണം. ആ അഖ്ദാറുകൾ അൽ മുഅ്ലിമ, ചിലപ്പോൾ നമുക്ക് ദുനിയാവിൽ അത് വേദനിപ്പിക്കുന്നതായിരിക്കും. വേദനിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ ദുനിയാവിൽ നമുക്ക് നൽകും. ബിനഖ്സിൻ മിനൽ അംവാൽ വൽ അൻഫുസ് വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. ചിലപ്പോ വേണ്ടപ്പെട്ടവര്, മക്കള്, അല്ലെങ്കിൽ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, സഹോദരന്മാർ, ഇങ്ങനെയുള്ള ആളുകൾ അവർ മരണപ്പെട്ടിട്ട്, അപകടപ്പെട്ടിട്ട് അങ്ങനെയൊക്കെയുള്ള പരീക്ഷണം വരും. ചിലപ്പോൾ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള ജീവിതകാലം മുഴുവനും അധ്വാനിച്ചുണ്ടാക്കിയത് ഒരൊറ്റയടിക്ക് ഒരു പരീക്ഷണത്തിലൂടെ അങ്ങ് തീർന്നു പോകും, നശിച്ചു പോകും. ചിലപ്പോൾ നമുക്കുള്ള എല്ലാ തരത്തിലുള്ള വരുമാനങ്ങളും എല്ലാ തരത്തിലുള്ള സമറാത്തുകളും, നമുക്ക് കിട്ടേണ്ട എല്ലാ ഉൽപ്പന്നങ്ങളും എല്ലാ വരവുകളും ഒക്കെ അങ്ങോട്ട് നശിച്ചു പോകും. ഇത് മുഅ്ലിമത്താണ്. ഇങ്ങനെയുള്ള വേദനിപ്പിക്കുന്ന നിർണയങ്ങൾ, വിധികൾ, ഭാഗധേയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഫലാ യതസഖത്തുഹ, അതിനോട് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെറുപ്പോ വിമ്മിഷ്ടമോ നമുക്ക് തോന്നാൻ പാടില്ല. ഇത് അള്ളാഹ് എനിക്ക് കണക്കാക്കിയത് ഇതാണ്, അതിന് അതിൻ്റെതായ എന്തോ കാര്യമുണ്ട് എന്ന് കരുതിയിട്ട് തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കണം. അവിടെ മനസ്സിനെ തടഞ്ഞു വെക്കാൻ പറ്റണം. അതിൽ നിരാശപ്പെട്ടു പോകുന്നു. ചിലർ ജീവിതം അവസാനിപ്പിക്കുന്നു. ചിലർ അള്ളാഹ് പൊരുത്തപ്പെടാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ചിലർ അത്തരത്തിലുള്ള വാക്കുകൾ പറയുന്നു. അതൊന്നും പറയാതെ തുറന്നൊരു മനസ്സോടെ, വിശാലമായൊരു മനസ്സോടെ അള്ളാഹു നൽകിയിട്ടുള്ള അവന്റെ ആ മുൻനിർണയത്തെ തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ ഒരാൾക്ക് സാധിക്കണം. അത് ഹബ്സുൻ നഫ്സി അല അഖ്ദാരില്ലാഹിൽ മുഅ്ലിമ ഫലാ യതസഖത്തുഹ. അത് മിൻ അൻവാഇസ് സ്വബ്ർ, സ്വബറിന്റെ ഇനങ്ങളിൽ ഒരു തരം സ്വബർ അതാണ്. രണ്ടാമത്തേത് വസ്സബ്റു അൻ മആസിഹി ഫലാ യർതകിബുഹ. രണ്ടാമത്തേത് സ്വബർ, ഒരാൾ അയാളുടെ മനസ്സിനെ തടഞ്ഞു വെക്കുന്നത് അള്ളാഹുവിനുള്ള മആസികളാണ്. അൻ മആസില്ലാഹി വ മഗാളിബിഹി വ മസാഖിതിഹി. അള്ളാഹു അവന് വിലക്കിയിട്ടുള്ള കാര്യം, അവന് കോപമുള്ള കാര്യം, അങ്ങനെയുള്ള കാര്യത്തിലേക്ക് പോകൂല. പക്ഷെ പോകാൻ വേണ്ടി മനസ്സ് വല്ലാതെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും. ഇന്ന നഫ്സ അല അമ്മാറത്തുൻ ബിസ്സൂ. തിന്മകൾ ചെയ്യാൻ വേണ്ടി വളരെയേറെ പ്രേരിപ്പിക്കുന്ന, കൽപ്പിക്കുന്ന മനസ്സാണ്. മനസ്സങ്ങനെയാണ്, അമ്മാറത്തും ബിസ്സൂ ആണ്. പക്ഷെ ആ സമയത്ത് മനസ്സിനെ ആ തിന്മയിലേക്ക് പോകാൻ ഇഷ്ടം പോലെ മദ്യമുണ്ട്, അത് കുടിക്കാനുള്ള വലിയൊരു ടെംപ്റ്റേഷനും ഉണ്ട്. പക്ഷെ അതിലേക്ക് മനസ്സ് പോകുമ്പോൾ മനുഷ്യ പോകരുത് എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്താൻ പറ്റണം. ഇഷ്ടം പോലെ പൈസ മേശക്കടിയിലൂടെ വരുന്നുണ്ട്, കൈയൊന്ന് നീട്ടിക്കൊടുത്താൽ എത്തും. പക്ഷെ അള്ളാഹ്ക്ക് അത് തൃപ്തില്ല. മഗാളിബുല്ലാഹി വ മസാഖിതുഹു, അള്ളാഹു കോപിക്കുന്ന, അള്ളാഹു ദേഷ്യപ്പെടുന്ന കാര്യമാണ്. അപ്പോ കൈ അങ്ങോട്ട് നീട്ടാതെ മനസ്സിനെ തടഞ്ഞു വെക്കാൻ പറ്റണം. എല്ലാവിധ സാഹചര്യങ്ങളും ഒത്തുവരുന്നു. അതിസുന്ദരിയായ ഒരു സ്ത്രീയാണ്, ആരും അറിയാൻ പോകുന്നില്ല. എൻ്റെ ശരീരം അത് ആഗ്രഹിക്കുന്നു. ആ സമയത്ത് തടഞ്ഞു വെക്കണം. ഇത് അള്ളാഹു കാണുന്നു. അവന്റെ കണക്കിൽ നിന്നും കാഴ്ചയിൽ നിന്നും ഇതൊരു കാരണവശാലും ഒഴിവാക്കപ്പെടൂല. അതുകൊണ്ട് തന്നെ അത് ആലോചിച്ചിട്ട് അയാളുടെ നഫ്സിനെ നിയന്ത്രിക്കുന്നു. ഇങ്ങനെ ഓരോന്ന് നിയന്ത്രിക്കുന്ന ആളുകൾ മആസിയിൽ നിന്ന്, അള്ളാഹുവിന് ധിക്കാരമായി തീരുന്ന വിഷയങ്ങളിൽ നിന്ന് നഫ്സിനെ തടഞ്ഞു വെക്കണം. മൂന്നാമത്തെ ഇനം വസ്സബ്റു അലാ ത്വഅതിഹി ഹത്താ യുഅദ്ദീഹ. അള്ളാഹുവിന് കീഴ്പ്പെടുന്ന, അവന് അനുസരണമായി തീരുന്ന കാര്യങ്ങൾ ഉണ്ടാകും. അത് ചെയ്യാൻ കുറച്ച് പ്രയാസാണ്. അതിന് മനസ്സിൽ ചിലപ്പോൾ എന്താകും, മക്കാരിഹികളാണ്. ഹുഫത്തിൻ നാറു ബിശ്ശഹവാത്ത് വഹുഫത്തിൽ ജന്നത്തു ബിൽ മക്കാരിഹ്. നരകത്തിന് ചുറ്റുള്ളത് എന്ന് പറഞ്ഞാൽ ഷഹവാത്തുകളാണ്. മനസ്സിങ്ങനെ വെമ്പൽ കൊള്ളുന്ന, ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഷഹവാത്തുകളാണ്, ദേഹേച്ഛകളാണ്. എന്നാൽ നരകമാണെങ്കിലോ, സ്വർഗമാണെങ്കിൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നത് ബിൽ മക്കാരിഹ്, നല്ല തണുപ്പുള്ള രാത്രി,
പള്ളിയിലേക്ക് പോകണം. കസറത്തുൽ ഖുത്താ ഇലൽ മസാജിദ് വൈസ്ബാഗുൽ വുളൂ. ഒരു തുള്ളി വെള്ളം തൊടാൻ പറ്റൂല, പക്ഷെ ആ നേരത്ത് നമ്മൾ ശരീരത്തിൽ എവിടേക്കാണോ വെള്ളം ചേർത്ത് വുളൂ ചെയ്യേണ്ടത് അവിടെ വെള്ളം ചേർത്ത് വുളൂ ചെയ്യണം. എന്നിട്ട് എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് അള്ളാഹുവിന് വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കണം. അതിനൊക്കെ മനസ്സ് വല്ലാതെ പ്രയാസം ചെയ്യും. പോണ്ടെന്ന് പറയും. പക്ഷെ ആ സമയത്ത് താഴത്തിന് വേണ്ടി അത് നിറവേറ്റേണ്ട വിധത്തിൽ, നിറവേറ്റുന്ന വിധത്തിൽ മനസ്സിനെ തടഞ്ഞു നിർത്തിയിട്ട്, മനസ്സിനെ ആ താഴത്തിൽ തടഞ്ഞു നിർത്തിയിട്ട് അത് ചെയ്യിക്കണം. ഇത് മൂന്നുമാണ് ഹബ്സുൻ നഫ്സ് എന്ന് പറയുന്ന സ്വബർ എന്നതിന്റെ ഇനങ്ങൾ. ഈ തരത്തിലുള്ള ഈ മൂന്നിനത്തിൽപ്പെട്ട ചെയ്താലും അയാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാർക്ക് മാത്രമാണ് അള്ളാഹ് കയ്യും കണക്കുമില്ലാതെ പ്രതിഫലം കൊടുക്കുന്നത്. വേറുള്ളവർക്ക് പ്രതിഫലം കൊടുക്കും, അതിന് കണക്കൊക്കെ ഉണ്ടാവും. ഇത് കണക്കില്ലാതെയാണ് കൊടുക്കുക. യഖീനും സബറും അത് രണ്ടും ഒരാൾക്ക് കിട്ടിയാൽ കഴിഞ്ഞു. വബിഹിമാ തുനാലുൽ ഇമാമത്തു ഫിദ്ദീൻ. ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ മുന്നിലെത്തി. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് ഖുർആനിലെ ചില ആയത്തുകൾ തെളിവായി ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്. ഒന്ന്, യഖീൻ വേണം, ഈമാനിന്റെ ഏറ്റവും പൂർണ്ണമായ അവസ്ഥ. രണ്ടാമത്തേത് സ്വബർ വേണം. അവര് അള്ളാഹുവിൽ വിശ്വാസം ഉൾക്കൊള്ളുകയും അതുപോലെ തന്നെ സ്വബർ അവലംബിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് നാം ഇമാമത്ത് നൽകി എന്ന് പറയുന്നുണ്ട്. ആ ആയത്ത് വിശദീകരിക്കുന്നിടത്താണ് അദ്ദേഹം പറഞ്ഞത് വബിഹിമാ തുനാലുൽ ഇമാമത്തു ഫിദ്ദീൻ അൽ യഖീനു വസ്സബ്ർ. അതൊരാൾക്ക് ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ അത് അയാൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഖേന ദീനിന്റെ കാര്യത്തിൽ അയാൾ മുന്നിലെത്തി, ഇമാമത്ത് അയാൾക്ക് കിട്ടി. അള്ളാഹു ഇമാമത്ത് നൽകുന്നത് അത്തരക്കാർക്കാണ്. അതുകൊണ്ട് തന്നെ സ്വബറിനുള്ള പ്രതിഫലം വളരെ വലുതാണ്. ഫവഅദല്ലാഹു സ്വാബിരീൻ. അപ്പോൾ അള്ളാഹു വാഗ്ദാനം ചെയ്തു. വഅദ യഅദു മൻ ഫാഇലുഹു അല്ലാഹ്. ആർക്ക്? അസ്വാബിരീൻ. അത് മഫ്ഊൽ ബിഹി, അവർക്കാണ് അള്ളാഹു വഅദ ചെയ്തിട്ടുള്ളത്. അജ്റഹും, അവർക്കുള്ള വാഗ്ദാനം. അൽ മഫ്ഊൽ സാനി അജ്റഹും, അവർക്കുള്ളത് അജ്റാണ്. അവർക്കുള്ള അജ്ർ ബിഗൈരി ഹിസാബ്. അത് കൊടുക്കുമ്പോൾ അള്ളാഹു ഒരു കണക്കും നോക്കാതെ കൊടുക്കുകയാണ്. ഒരു കണക്കും നോക്കാതെ കൊടുക്കും. ഐ ബിഗൈരി ഹദ്ദിൻ വലാ അദ്ദിൻ വലാ മിഖ്ദാർ. ബിഗൈരി ഹിസാബ് എന്ന് പറഞ്ഞാൽ അതിനൊരു പരിധിയില്ല. വലാ അദ്ദിൻ, അതിനൊരു എണ്ണമില്ല. വലാ മിഖ്ദാർ, അതിനൊരു തോതില്ല. ഒരു തോത് നിശ്ചയിച്ച് ഇത്ര, അല്ലെങ്കിൽ എണ്ണി കണക്കാക്കി ഇത്ര, അതല്ലെങ്കിൽ ഇത്രത്തോളം എന്നുള്ള ഒരു പരിധി അതില്ലാതെ, പരിധിയില്ലാതെ കൊടുക്കും, എണ്ണല്ലാതെ കൊടുക്കും, തോതില്ലാതെ കൊടുക്കും. വമാദാക ഇല്ലാ ലിഫളീലത്തി സ്വബർ. അങ്ങനെ അള്ളാഹു പ്രതിഫലം കൊടുക്കുന്നത് അത് ഇല്ലാ ലിഫളീലത്തി സ്വബർ. സ്വബറിന്റെ ആ ശ്രേഷ്ഠതക്ക് മാത്രമേ, സ്വബർ എന്ന് പറയുന്ന ആ ശ്രേഷ്ഠകരമായ അവസ്ഥക്ക് മാത്രമേ അള്ളാഹു അത് കൊടുക്കുന്നുള്ളൂ. വമഹല്ലുഹു ഇൻദല്ലാഹ്. അതിന് അള്ളാഹിന്റെ അടുക്കൽ വലിയ സ്ഥാനാണുള്ളത്. വഅന്നഹു മുഈനുൻ അലാ കുല്ലിൽ ഉമൂർ. അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങൾക്കും നമ്മെ സഹായിക്കുന്നവൻ. അപ്പൊ ആയത്തിന് സാഴ്തി കൊടുത്തിട്ടുള്ള അർത്ഥം കഴിഞ്ഞു. ഇനി ആ അർത്ഥം കൂടെ വെച്ചിട്ടൊന്ന് നിങ്ങൾ വായിച്ചു നോക്കൂ. ഖുൽ, ആ കൽപ്പന ലിന്നബി, പറയൂ, കൽപ്പിക്കൂ. അത് കൽപ്പിക്കേണ്ടത് യാ ഇബാദിയല്ലദീന ആമനു, യാ ഇബാദില്ലദീന ആമനു, ഈമാൻ ഉൾക്കൊണ്ടിട്ടുള്ള അടിയാറുകളെ എന്ന് വിളിച്ചിട്ട് പറയണം, കൽപ്പിക്കണം എന്നാണ് അള്ളാഹു പറയുന്നത്. ഈമാനിൽ തൊട്ട് വിളിച്ചിട്ട് വേണം അവരോട് ഈ കാര്യം പറയാൻ. ഇത്തഖൂ റബ്ബക്കും. ആ ഭാഷ, ആ ശൈലി പറഞ്ഞല്ലോ. ധീരനാണെങ്കിൽ പൊരുത്, ധീരനായ മനുഷ്യ പൊരുത്, ഉദാഹരണനായ മനുഷ്യ നീ ദാനം ചെയ്യൂ എന്ന് പറയുന്നത് പോലെ ഈമാനുള്ള മനുഷ്യരെ നിങ്ങൾ സൂക്ഷിക്കൂ. ഇത്തഖൂ റബ്ബക്കും. ആ തഖ്വയോടുകൂടി ജീവിക്കണമെങ്കിൽ അതിന് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിനവർക്ക് ഉൾപ്രേരണ നൽകുന്ന ഒരു കാര്യം അല്ലാഹു തുടർന്നു കൊണ്ട് പറഞ്ഞു, ലില്ലദീന അഹ്സനു ഫി ഹാദിഹി ദുനിയ ഹസന. ആ എക്സ്പ്രഷൻ വളരെ വിശാലാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്, ആമാണ്.
വിശ്വാസമില്ലാത്ത ആളുകൾക്ക് പോലും ഇത് അള്ളാഹു ദുനിയാവിൽ വെച്ചിട്ട് അവർ ചെയ്യുന്ന നന്മകൾക്ക് ദുനിയാവിൽ വെച്ചുള്ള നന്മ കൊടുക്കുന്നുണ്ട്, പ്രതിഫലം കൊടുക്കുന്നുണ്ട്. അവർക്ക് പോലും അള്ളാഹ് അങ്ങനെ കൊടുക്കും. കുല്ലൻ നുമിദ്ദു ഹൗലാ വഹൗലാ മിൻ അത്വാഇ റബ്ബിക വമാ കാന അത്വാഉ റബ്ബിക മഹ്ളൂറ. അങ്ങനെയാണെങ്കിൽ ഈമാനുള്ള ആളുടെ അവസ്ഥ എന്താണ്? ഈമാനുള്ള ഒരാൾ എന്ന് മാത്രമല്ല, ഈമാനിന്റെ പേര് യുൽതഹദു ഫീ മകാനിൻ വയുംതഹനു ഫീ. ഒരു സ്ഥലത്ത് വെച്ച് അയാൾ പീഡനങ്ങൾക്കും അതുപോലെ പരീക്ഷണങ്ങൾക്കും ഇരയായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുടെ സ്ഥിതി എന്താണ്? അയാൾക്ക് പ്രതിഫലം കിട്ടൂല എന്നാണ്. അയാൾക്ക് ഈ ദുനിയാവ് തന്നെ അള്ളാഹു കൊടുത്തിട്ടുള്ള പ്രതിഫലം എന്താണ്? അർളുല്ലാഹി വാസിഅ ഫതുഹാജിറു ഫീഹ. അത് ആരുമില്ലാത്തൊരു ഭൂമിക്ക് പോകണം എന്ന ഒരു കൽപ്പനയല്ല, മറിച്ച് നിന്നെപ്പോലെ നിനക്ക് കൂട്ടുകൂടാവുന്ന, നിനക്ക് ചേരാവുന്ന ആളുകൾ വേറെ ഉണ്ട്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി അലൽ ഹഖ് ളാഹിരീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് ഈ കാര്യത്തെയാണ്. ലാ യദുർറുഹും മൻ ഖദറഹും വലാ മൻ ഖാലഫഹും ഹത്താ യഅതി അംറുല്ലാഹി വഹും അലാ ദാലിക്. വഅർളുല്ലാഹി അവർക്ക് ലില്ലദീന ഹസനു ഫി ഹാദിഹി ദുനിയ ഹസന വഅർളുല്ലാഹി വാസിഅ. അതിന് നിങ്ങൾക്ക് ഇനി ദുനിയാവിൽ നിങ്ങൾക്ക് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ സാഹചര്യമില്ലാത്ത ഒരു സമയം വന്നാൽ അല്ലെങ്കിൽ ഒരു സ്ഥലം വന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അർളുല്ലാഹി വാസിഅത്ത്, അള്ളാഹിന്റെ ഭൂമി വിശാലമാണ്. ഇന്നമാ യുവഫ്ഫസ് സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. സബർ കാണിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹു കയ്യും കണക്കുമില്ലാതെ ഹിസാബ് നൽകുന്നത്. അത് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ആയത്ത് ജസ്റ്റ് ഒന്ന് വായിക്കാം, കുറച്ച്, അതോടുകൂടി നമ്മൾ സമയം തീരാണ്. ഖുൽ ഇന്നി ഉമിർതു അൻ അഅ്ബുദല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. ഇത് നമുക്ക് തുടക്കത്തിലെ വന്നു പോയിട്ടുണ്ട്. ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം തുടക്കത്തിലേ വന്നിട്ടുണ്ട്. നമുക്കറിയാം, തുടക്കത്തിൽ ഈ സൂറത്ത് തുടങ്ങിയത് തന്നെ അങ്ങനെയാണ്. സൂറത്ത് തുടങ്ങിയത് തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് ജീവിക്കുക, അതിനു വേണ്ടിയാണ് മനുഷ്യനെ അള്ളാഹു പഠിച്ചത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. വേറൊരു പണിയും മനുഷ്യനെ അള്ളാഹ് ഏൽപ്പിച്ചിട്ടില്ല. അള്ളാഹ് മനുഷ്യനെ ഏൽപ്പിച്ച പണി ഇത് മാത്രമാണ്. അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുക എന്ന് പറയുമ്പോൾ തൗഹീദ് ഉയർത്തിപ്പിടിക്കണം. ആ തൗഹീദ് അള്ളാഹിന്റെ ഏകത്വം ഉയർത്തിപ്പിടിച്ചിട്ട് അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുമ്പോൾ ആ ഇബാദത്തിന് ഏതെങ്കിലും തരത്തിൽ കളങ്കം വരുത്തുന്ന, ഭംഗം വരുത്തുന്ന ഒന്നും അതിൽ ചേരാൻ പാടില്ല. ഇഖ്ലാസ് പൂർത്തീകരിക്കണം. ഈ ആശയം നമ്മൾ നേരത്തെ വിശദമായി പറഞ്ഞു പോയിട്ടുള്ളതാണ്. അതേ കാര്യത്തിലേക്ക് തന്നെ അതിലേക്ക് തന്നെ സൂചന നൽകുന്ന അതിൻ്റെ തന്നെ ഒരു വിശദീകരണമാണ് ഇനി വരുന്നത്. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്. ഖുൽ, നബിയോടാണ് കൽപ്പന. നബിയെ, താങ്കൾ പറയണം, താങ്കൾ പ്രബോധനം ചെയ്യേണ്ട ജനങ്ങളുടെ മുമ്പിൽ വെച്ച് വെളിപ്പെടുത്തണം, പരസ്യമായി പ്രഖ്യാപിക്കണം. ഇന്നി ഉമിർത്ത്, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്, അൻ അഅ്ബുദല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ, എനിക്കുള്ള കൽപ്പന ഞാൻ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം എന്നുള്ളതാണ്. അഅ്ബുദല്ലാഹ, അള്ളാഹിനെ മാത്രം ഞാൻ ഇബാദത്ത് ചെയ്യണം. അബദ എന്നുള്ള വാക്ക് അള്ളാഹുവിലേക്ക് ചേരുന്നതോടുകൂടി മാത്രം എന്നുള്ള അർത്ഥം കൊണ്ട് വരും. അത് അതിന്റെ ഭാഷാർത്ഥത്തിൽ തന്നെ ഉള്ളതാണ്. അബദല്ലാഹ ഐ വഹദഹു. അത് അള്ളാഹു അല്ലാത്തവരിലേക്ക് അബദ എന്ന് ചേർത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവരെ ആരാധിച്ചു എന്ന് പറഞ്ഞോട് കൂടിയിട്ട് അത് അവർ മുശ്രിക്കുകളായി എന്നാണ് അതിന്റെ അർത്ഥം വരിക. ഫലത്തിൽ അതാണ്. അബദ എന്നുള്ളത് അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലാത്ത ഏതെങ്കിലും ഒരാളെ ആരാധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അശ്റക്, അവൻ മുശ്രിക്കാണ് എന്നാണ് അതിന്റെ അർത്ഥം വരിക. അങ്ങനെ അള്ളാഹുവിന് മാത്രം ആരാധിക്കുന്ന, അവനുള്ള ഇബാദത്ത്, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കാനാണ് എന്നോട് കൽപ്പിച്ചത്. ഇന്നി ഉമിർത്ത് അൻ അഅ്ബുദല്ലാഹ്, അള്ളാഹ്ക്കുള്ള ഇബാദത്ത് ചെയ്യുമ്പോൾ മുഖ്ലിസൻ ലഹുദ്ദീൻ,
ഐ മുഫ്രിദൻ ലഹുദ്ദീൻ والإخلاص هو الإفراد إفراد الله تعالى بالعبادة അള്ളാഹ്ക്ക് മാത്രമാക്കണം ആ ഇബാദത്ത്, അത് തനിച്ചാക്കണം, അള്ളാഹ്ക്ക് മാത്രമാക്കി തീർക്കണം. അള്ളാഹ്ക്ക് മാത്രമാക്കി തീർക്കുക എന്ന് പറഞ്ഞാൽ ആ ഇബാദത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യങ്ങൾ കലരാനോ കൂട്ടിച്ചേർക്കാനോ പാടില്ല. ഇബാദത്തിന്റെ ആ ഇബാദത്ത് അതിന്റെ ഒരു അംശം, ഇബാദത്ത് പൂർണ്ണമായോ അല്ലെങ്കിൽ അതിന്റെ ഒരു അംശമോ മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അഅ്ബുദല്ലാ എന്നുള്ളതിന് പകരം അന്നുശ്രിക ബില്ലാ എന്നുള്ള രൂപത്തിലേക്കായി പോവും. ഈ ശിർക്ക് പാടില്ല. രണ്ടാമത്തേത് അള്ളാഹ്ക്ക് മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നത്, യാതൊരു തർക്കമല്ല. പക്ഷെ ആ ഇബാദത്തിൽ വേറെ ചില കലർപ്പുകളും മായങ്ങളും വന്നു, എന്നിട്ട് അതിന്റെ വിശുദ്ധി തകർത്തു, അതിൽ കലർപ്പുണ്ടായി, ഇബാദത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ചേർന്നു. ചിലപ്പോൾ റിയാ വന്നു ചേരാം, ചിലപ്പോൾ സുമഅത്ത് വന്നു ചേരാം, ചിലപ്പോൾ ശുഹറത്ത് വന്നു ചേരാം, ചിലപ്പോൾ തലബുദ്ദുനിയാ ബി അമലിൽ ആഖിറ പോലുള്ള കാര്യങ്ങൾ വന്നു ചേരാം. ഇങ്ങനെയുള്ള പല തരത്തിലുള്ള കളങ്കങ്ങളും വന്നു ചേരാം. അത് ഇഖ്ലാസിന് ഭംഗം വരുത്തും. ആ ഇഖ്ലാസിന് യാതൊരു തരത്തിലും ഭംഗം വരുത്താതെ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം. ചെയ്യുന്ന ഇബാദത്ത് അത്രയും വിശുദ്ധമാകണം. യാതൊരു മായമോ കലർപ്പമോ ആവശ്യമില്ലാത്തൊരു കാര്യമോ അതിൽ ചേരാതെ അങ്ങനെ ഇബാദത്ത് ചെയ്യാനാണ് അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുള്ളത്. അള്ളാഹ് മുഹമ്മദ് നബിയോട് കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ കൽപ്പന ആമുൻ ലി ജമീഇ അഫ്റാദി ഉമ്മത്തിഹി, മുൻകാലത്തുള്ള നബിമാർക്കൊക്കെ കൊടുത്തിട്ടുള്ള കൽപ്പനയാണ്. ഇബ്രാഹിം നബിക്ക് കൊടുത്തിട്ടുള്ളതാണ്, അബുൽ അംബിയ എല്ലാവർക്കും ഉള്ള കൽപ്പനയാണ്. എന്നല്ല മനുഷ്യരാശിക്ക് അള്ളാഹു നൽകിയിട്ടുള്ള കൽപ്പനയാണ്. മനുഷ്യർക്ക് മാത്രമല്ല ജിന്നുകൾക്കും നൽകിയ കൽപ്പനയാണ്. എന്നല്ല അള്ളാഹിന്റെ മുഴുവൻ പടപ്പുകൾക്കും അള്ളാഹു കൊടുത്തിട്ടുള്ള കൽപ്പനയാണ്. അവന്റെ മാത്രം ആരാധ്യത അംഗീകരിക്കുക. അവന്റെ ഇബാദത്ത് ചെയ്യുമ്പോൾ യാതൊരു തരത്തിലുള്ള കലർപ്പും അതിൽ ചേരാൻ പാടില്ല. ലഹുദ്ദീൻ, ദീൻ അവന് മാത്രാക്കണം. വദ്ദീൻ മാ യുദാനു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ ഔ മാ യദീനുല്ലാഹ ബിഹി, അതിനാണ് ദീൻ എന്ന് പറയുന്നത്. അള്ളാഹ്ക്ക് വഴിപ്പെട്ട് എന്തൊക്കെ ചെയ്യുന്നുവോ ഒരടിമ അള്ളാഹ്ക്ക് വഴിപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന ഏതൊരു കാര്യവും ദീനാണ്. അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞാൽ അള്ളാഹിന്റെ മുമ്പാകെ പരലോകത്ത് ഹാജരാക്കപ്പെടുമ്പോൾ ഏതൊരു കാര്യത്തെക്കുറിച്ചാണോ അവനോട് അള്ളാഹു ചോദിക്കുക, അവന്റെ മേൽ അള്ളാഹു ചുമത്താൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ മായുദാനു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ, അതാണ് ദീൻ. ആ കാര്യം ചെയ്യുമ്പോൾ അത് ഖാലിസൻ ലില്ലാഹ് ഉബ്തുഗിയ ബിഹി വജ്ഹുഹു, അത് അള്ളാഹ്ക്ക് മാത്രമാക്കി ചെയ്യണം. അവന്റെ വജ്ഹ് മാത്രം ലക്ഷ്യമാക്കണം. മറ്റേതെങ്കിലും അവന്റെ വജ്ഹ് ലക്ഷ്യമാണ്, അതിന്റെ പുറമെ വേറൊരു പേരും, അതിന്റെ പുറമെ ഒരു ചെറിയ റിയാവും, അല്ലെങ്കിൽ അതിന്റെ പുറമെ തനിക്കൊരു ശുഹറത്ത് പ്രസിദ്ധി കിട്ടലും, അല്ലെങ്കിൽ അതിന്റെ പുറമെ ദുന്യാവ് അതുകൊണ്ട് ഉണ്ടാക്കി കളയാം. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം അതിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ മുഖ്ലിസുൻ ലഹുദ്ദീൻ, അള്ളാഹ്ക്ക് സമർപ്പിക്കുന്ന ആ ദീന് പരലോകത്ത് വെച്ച് അള്ളാഹു നമ്മളോട് ചോദിക്കാൻ പോകുന്ന, നമ്മുടെ മേൽ ചുമത്തുന്ന ആ വിഷയം, അതിൽ കളങ്കങ്ങൾ ചേർന്നു. കളങ്കങ്ങൾ ചേർന്നാൽ അത് അള്ളാഹു പൊറുക്കാത്ത കാര്യമാണ്. അത് ശിർക്കിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണ്. ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അത് പൊറുക്കപ്പെടൂല എന്ന് പറഞ്ഞ കാര്യത്തിൽപ്പെട്ടതാണ്. ഇതാണ് അതിനുള്ളത്. അതിന്റെ വ്യാഖ്യാനം ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് വായിക്കാം. വബിഹാദിൽ ഖദ്രി യക്തഫിൽ യൗം വഅസ്അലുല്ലാഹൽ അളീം റബ്ബൽ അർശിൽ അളീം അൻ യതവല്ലാനാ ജമീഅൻ ഫിദ് ദുനിയ വൽ ആഖിറ ഇന്നഹു സമീഉൻ ഖരീബുൻ മുജീബ്.